നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആൻസി, നമസ്കാരം. നമുക്കറിയാം, കുറച്ചു ദിവസമായിട്ട് ഇപ്പോൾ രാഹുലിന്റെ വിഷയം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. മൂന്നാമതൊരു ആരോപണം കൂടി രാഹുലിനെതിരെ ഉയർന്നു വന്നപ്പോൾ പഴുതടിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഒരു തരത്തിലും രാഹുലിനെ ഒളിവിൽ പോകാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ നാടകീയമായിട്ടുള്ള ഒരു അറസ്റ്റൊക്കെ തന്നെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇന്ന് പുലർച്ചെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ രാഹുലുമായിട്ട് യുവതി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടലിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുലർച്ചെ എന്നുള്ള സമയം തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാം, രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കും അല്ലാതെയൊക്കെ കൊണ്ടുവന്നപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ചീമുട്ട കയറ് തുടങ്ങിയിട്ടുള്ള കണ്ടു. അപ്പോൾ പോലീസിന് തന്നെയാണ് അത് ഭയങ്കര പാടായത്. ഇതിപ്പോൾ തെളിവെടുപ്പാണ്. അപ്പോൾ ഒരു തരത്തിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഹിക്കാൻ പാടില്ല. കാരണം കുറച്ച് ദിവസം മാത്രമാണ് രാഹുൽ കസ്റ്റഡിയിലുള്ളത് എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം മാധ്യമങ്ങളുടെയും കൂടി കണ്ണ് വെട്ടിച്ച്, അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ കണ്ണ് വെട്ടിച്ച് ഇന്ന് അതിരാവിലെ തന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ രാഹുലുമായിട്ട് ഇന്ന് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെയാണ് ഇന്ന് തെളിവെടുപ്പിന് പോയപ്പോൾ രാഹുൽ അതൊക്കെ തുറന്ന് സമ്മതിച്ചോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് രാഹുലിന്റെ പേര് അവിടുത്തെ ഹോട്ടലിലുണ്ടോ, എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു ഡീറ്റെയിൽസ്? ഇന്നിപ്പോ 408 നമ്പർ മുറിയിൽ എത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. അകത്തോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള സന്തോഷം, തിളങ്ങിയ ചിരിയോടെ പോകുന്നു. പക്ഷെ പുറത്തിറങ്ങിയ രാഹുലിന്റെ മുഖത്ത് ആ ചിരി ഉണ്ടായിരുന്നില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. കുറ്റമെല്ലാം, അതായത് ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, താൻ പരാതിക്കാരിയുമായി എത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു സമ്മതം, കുറ്റസമ്മതം രാഹുൽ നടത്തിയിട്ടുണ്ട്. മഗസർ തയ്യാറാക്കിയിട്ടുണ്ട്. ഹോട്ടലിലെ 4ാം നിലയിലെ മുറി രാഹുൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ മുറിയിലാണ് എത്തിയത് എന്നതടക്കമുള്ള ഒരു സമ്മതമൊക്കെ രാഹുൽ പോലീസിനോട് പറഞ്ഞു. ഹോട്ടലിലെ രജിസ്റ്റർ പോലീസ് പരിശോധിച്ചു. റൂം ബുക്ക് ചെയ്ത വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇത് 21 മാസങ്ങൾക്ക് മുന്നേ, ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ ഉള്ള സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു CCTV ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നത് വലിയൊരു ദുഷ്കരമായ ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ ഒരു ഇപ്പോൾ അതിരാവിലെ എല്ലാവരും ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്, അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അത്രയും വലിയ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് രാവിലെ തന്നെ രാഹുലുമായിട്ട് തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, പാലക്കാട് എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് എത്തിക്കേണ്ടതില്ല, അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. മാത്രമല്ല, ഇതിനിടയിൽ വരുന്ന വേറൊരു കാര്യം, ഈ പോലീസിനോട് രാഹുൽ തട്ടിക്കയറി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ, നിങ്ങളെ വിശ്വസിച്ച് ഓരോന്ന് പറയല്ലേ, നിങ്ങളെ വിശ്വസിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും സമ്മതിക്കല്ലേ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയല്ലേ, അപ്പോൾ നിങ്ങളെ വിശ്വസിച്ച് ഓരോന്ന് ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് ആ വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയാണോ എന്നൊരു ചോദ്യം പോലീസിനോട് രാഹുൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ സഹകരിക്കുന്നില്ല, ഈ അന്വേഷണത്തോട് രാഹുൽ സഹകരിക്കുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അത് സഹകരിക്കാത്തത് ചിലപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ അത് പുറത്തേക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും, അതുകൊണ്ടല്ലേ ഇത്രയും ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് തുറന്നു പറഞ്ഞാൽ അത് മാധ്യമങ്ങൾക്ക് പോലീസ് ചോർത്തി കൊടുത്താൽ അത് തന്നെ ബാധിക്കുമെന്നൊരു ചിന്ത രാഹുലിനെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ നിസ്സഹകരണം അതുകൊണ്ടായിരിക്കാം എന്നാണ് നിലവിലെ ഒരു നിഗമനം. അപ്പോൾ ഇന്ന് തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടൽ പേര്, കാരണം കൃത്യമായിട്ട് യുവതി മൊഴി നൽകിയപ്പോൾ ആ ഹോട്ടലിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഹോട്ടലിൽ തന്നെയാണ്. ഏതായാലും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. മുറിയും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചാണോ പീഡനം നടന്നിരിക്കുന്നത് എന്ന് രാഹുലിനോട് അന്വേഷണ സംഘം ചോദിക്കുമ്പോൾ അതിനെല്ലാം തന്നെ മൗനമായിരുന്നു ഉത്തരം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ തനിക്ക് അതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, അത് താൻ കോടതിയെ ബോധിപ്പിക്കാം എന്നുള്ള ഒരു മനോഭാവമായിരിക്കാം. മാത്രമല്ല, ഇന്നും രാഹുൽ വരുമ്പോഴും ഭയങ്കര ചിരിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നുണ്ടായിരുന്നത്. രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ദിവസം മുതൽ നമുക്ക് മാധ്യമങ്ങളിലൂടെ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എല്ലാ ഒരു ദൃശ്യങ്ങളിലും, ഫോട്ടോസിലും, വീഡിയോസിലൊക്കെ തന്നെ എപ്പോഴും ഒരു ചിരി മുഖത്ത് കാണാനായി സാധിക്കും. ഒരു പക്ഷെ ഇതൊക്കെ വന്നാലും ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെ ഊരി വരും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു ഓവറായിട്ടുള്ള ഒരു ആത്മവിശ്വാസം തന്നെയായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അതൊരു അമിതാത്മവിശ്വാസം തന്നെയാണ് കാണിക്കുന്നത്. കാരണം എനിക്കിതൊന്നും യാതൊന്നുമല്ല, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചിരി മുഖത്ത് എപ്പോഴും ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 1-2 പരാതിയായിരുന്നെങ്കിൽ നമുക്ക്
ഒന്നോ രണ്ടോ പരാതി, ആ പരാതികൾക്കും വിലയുണ്ട്, ഒരു ഇതുണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ തുടരെ ഒരുപാട് പെൺകുട്ടികൾ രാഹുലിനെതിരെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഒരിക്കലും ഇതിങ്ങനെ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് കള്ളമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നൊന്നും പറയുന്നില്ല, എല്ലാം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോൾ രാഹുൽ തെറ്റുകാരൻ തന്നെയാണ് അല്ലേ. പിന്നെ രാഹുലിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ അനുകൂലികൾ പറയുന്നത് ഈ പെൺകുട്ടികളെല്ലാം ഉള്ളവരല്ലേ, അല്ലെങ്കിൽ ഉഭയസമ്മതത്തോടെ ചെയ്തതല്ലേ. അപ്പോൾ ഉഭയസമ്മതത്തോടെ ഒരു പെൺകുട്ടി രാഹുലിനോടൊപ്പമുണ്ട്, പക്ഷെ രാഹുൽ പല പെൺകുട്ടികൾക്കൊപ്പമാണ്. എന്തുകൊണ്ട് ആരും അത് അങ്ങനെ ചിന്തിക്കുന്നില്ല? ഇപ്പോൾ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് പിണങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ ആ സംഭവങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഇത് എങ്ങനെ ന്യായീകരിക്കാനാകുന്നു, അല്ലെങ്കിൽ എങ്ങനെ രാഹുലിനൊപ്പം നിൽക്കാൻ സാധിക്കുന്നു എന്നതും വലിയൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ രാഹുലിന് വലിയ സപ്പോർട്ട് തന്നെ ഉണ്ടല്ലേ, ഭയങ്കര സപ്പോർട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി രാഹുലിൻ്റെ ഫോൺ, അത് ഏറ്റവും പ്രധാനമാണ്. ഈ ഫോണിൽ രാഹുലിനെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ചില തെളിവുകൾ രാഹുലിൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ അത് പോലീസ് നശിപ്പിക്കുന്നൊരു ഭയം രാഹുലിനെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫോണിൻ്റെ പാസ്വേഡ് രാഹുൽ പോലീസിനോട് പറയുന്നില്ല. അപ്പോൾ പോലീസ് ആ ഫോണിൽ എന്തായാലും നിർണായകമായ തെളിവുകളുണ്ടാകും. ഫോൺ എങ്ങനെയെങ്കിലും തുറക്കുക എന്നൊരു നീക്കത്തിലേക്കാണ് SIT ഇപ്പോൾ നീങ്ങുന്നത്. അപ്പോൾ ഈ ലാപ്ടോപ്പ് എവിടെയാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഡിജിറ്റലായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് മേൽ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി ഇപ്പോൾ രാഹുൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം പാസ്വേഡ് പറയുന്നില്ല, അത് ലാപ്ടോപ്പ് എവിടെയാണെന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളി ഇപ്പോൾ നിലവിലുണ്ട്. ഇന്നും അതുപോലെ രാഹുലിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ വേറൊരു കാര്യം, രാഹുലിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തിയിട്ട് തെളിവെടുപ്പ് നടത്തുമോ, അല്ലെങ്കിൽ അവിടെ അന്വേഷണ സംഘം എത്തുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും തരത്തിൽ ഫോണോ ലാപ്ടോപ്പോ വീട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ പാലക്കാടും രാഹുലിനെ എത്തിച്ചിട്ട് പാലക്കാടൊക്കെ എത്തുവാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ അത് അവിടെ ഭയങ്കര പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യത. പാലക്കാട് എത്തിക്കേണ്ടെന്നാണ് ഇപ്പോൾ നിലവിലത്തെ തീരുമാനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടില് പത്തനംതിട്ടയിലുള്ള വീട്ടിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല. എന്ന് തെളിവുകൾ ശേഖരിക്കുക എന്ന ഭാഗമായിട്ട് ചിലപ്പോൾ എത്തിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. അപ്പോൾ ഇനി ഈ പരാതിക്കാരി ഉണ്ടല്ലോ, അതായത് മൂന്നാമത്തെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. അതൊരു വീഡിയോ കോൺഫറൻസിലൂടെ ആയിരിക്കും. വിദേശ രാജ്യത്താണ് ഈ യുവതി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ കോൺഫറൻസിലൂടെ രഹസ്യമൊഴി എടുക്കാൻ SIT നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ അനുമതി തേടാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. മാത്രമല്ല കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ 3 ദിവസത്തേക്ക് 7 ദിവസമാണ് ചോദിച്ചത് പോലീസ്, പക്ഷേ 3 ദിവസത്തേക്ക് വിട്ടിരിക്കണം. അപ്പോൾ ഈ 15-ാം തീയതി വൈകുന്നേരം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. 16 രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ, കിട്ടാൻ വളരെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും രാഹുലിന് ജാമ്യം കിട്ടുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ശക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആദ്യം കൃഷ്ണൻ എന്ന് പറഞ്ഞതുപോലെ ചീമുട്ടയേർ, അങ്ങനത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ചീമുട്ടയേറിനോടൊപ്പം തന്നെ തെറിവിളി നല്ലപോലെ തെറിവിളിക്കുന്നുണ്ട്. നിന്റെ തൊലിക്കട്ടി അപാരം, നിനക്ക് തൊലിയില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ്. അതായത് അത്രയും പലപ്പോഴും ഈ ഒരു കേസിൽ ഒളിവിൽ പോകുന്നു, അതിനുശേഷം വോട്ടിടാൻ വേണ്ടി രാഹുൽ വരുന്നു. ആ സമയത്തൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് തൊലിക്കട്ടി അപാരം തന്നെ എന്ന്. കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾക്കിടയിലും ഇത്തരത്തിൽ നിന്റെ തൊലിക്കട്ടി അപാരം എന്ന വാക്കുകളുണ്ടായി, തെറിവിളി ഉണ്ടായി. മാത്രമല്ല ഈ ഇടതുപക്ഷത്തിന് ഇത്രയും വലിയ വിരോധം രാഹുലിന് 2 പ്രസ്താവനകൾ. ഒന്ന്, മുഖ്യമന്ത്രിയെ എടോ വിജയ എന്ന് അഭിസംബോധന ചെയ്തത് വലിയ രീതിയിലുള്ളൊരു മുറിവാണ് ഇടതുപക്ഷത്തിനെ ഏൽപ്പിച്ചത്. രണ്ടാമത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ കുറ്റം പറഞ്ഞത്, ഇതൊക്കെ വലിയ രീതിയിൽ മുറിവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ രാഹുൽ ഇപ്പോൾ വീണ് കിടക്കുന്ന ഈ അവസരത്തിൽ അതെല്ലാം ഉയർത്തിപ്പിടിച്ചാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ രാഹുലിനെതിരെ ഉയരുന്നത്. ഇനി കോൺഗ്രസും കൈവിട്ടു. അപ്പോൾ നിലവിൽ രാഹുൽ ഒറ്റയ്ക്കാണ്. ഇനി ഈ ഒരു കേസിൽ നിന്നൊക്കെ എന്തായാലും പുറത്ത് വന്നു കഴിഞ്ഞിട്ട് ഇനി ഇവർ ഉറ്റുനോക്കുന്ന MLA സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ രാഹുലിൻ്റെ തീരുമാനം എന്താണ്, അത് രാജിവെക്കുമോ, ഇനി കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ, അപ്പോൾ അയോഗ്യനാക്കുമോ, എന്തായിരിക്കും ആ ഒരു കാര്യത്തിൽ ഇനി അടുത്ത നിർണായക നീക്കങ്ങൾ. ഇനി തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം ഇനി എല്ലാ വിഷയം പോലെ തന്നെ തണുത്ത് ഒന്ന് സൈഡാവാനുള്ള സാധ്യതയില്ല. കാരണം ഇതൊന്നും കൂടി ആളിക്കത്താനുള്ള സാധ്യതയാണുള്ളത്. കാരണം
ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. എല്ലാ പാർട്ടിക്കാരും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രചാരണത്തിനൊക്കെ ഇറങ്ങുക, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തിരക്കാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇപ്പോൾ മറ്റുള്ള പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ വീണ് കിട്ടിയിട്ടുള്ള ഒരു ആയുധമാണ്. തീർച്ചയായിട്ടും അത് കൂടുതൽ ആളിക്കത്താനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും ഇനി ജാമ്യം ലഭിക്കുമോ, അല്ലെങ്കിൽ ഇന്ന് രാഹുലിനെ വെച്ച് ഏതെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പും കാര്യങ്ങളും നടക്കുമോ എന്നുള്ളത് കൂടി നമുക്കിനി കാത്തിരുന്ന് തന്നെ കാണാം.